നാട്ടിലെ നമ്മൾ ചെറിയ വീടുകളാണെങ്കിൽ വലിയ വീടുകളാണെങ്കിലും ഒക്കെ ബിൽഡ് ചെയ്യുമ്പോഴേ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മെറ്റീരിയൽ എസ്റ്റിമേറ്റും ലേബർ എസ്റ്റിമേറ്റും ഒക്കെ ചെയ്തു പോയാൽ മാത്രമേ നമ്മൾക്ക് നമ്മുടെ വീട് കെട്ടിക്കഴിഞ്ഞതിന് ശേഷം എത്ര മെറ്റീരിയൽ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ട്, എത്ര മെറ്റീരിയൽ വാങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര മെറ്റീരിയൽ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വർക്കിൽ, അത് എത്ര ക്വാണ്ടിറ്റി വർക്ക് ചെയ്തിട്ടുണ്ട്, എത്ര പൈസ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുണ്ടെങ്കിൽ ക്രോസ് ഓഡിറ്റ് പിയർ റിവ്യൂ ചെയ്യിക്കാൻ പറ്റുള്ളൂ. പക്ഷേ അതൊന്നും ഭൂരിഭാഗം വീടുകളിലും നാട്ടിലുണ്ടാവില്ല എന്നുള്ളൊരു സത്യമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ചലഞ്ച് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സി ടി ബിൽഡേഴ്സ് ആപ്പിൻ്റെ റിസർച്ച് ടീം ഇരുന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് നമ്മളൊരു പിയർ റിവ്യൂ മെത്തേഡും കൂടി ഉണ്ടാക്കിയിട്ട് ഇത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് മെറ്റീരിയൽ എസ്റ്റിമേറ്റും ലേബർ എസ്റ്റിമേറ്റും POസും വർക്ക് ഓർഡേഴ്സും പേയ്മെൻറ്റും എല്ലാം ഡിജിറ്റലൈസ്ഡ് ആപ്പിൽ കിട്ടുന്നതുകൊണ്ട് വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മൾക്ക് സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി സർവേയറെ കൊണ്ട് വീണ്ടും ടെക്നിക്കൽ സർവേ നടത്തി പിയർ റിവ്യൂ നടത്തി നമ്മുടെ സ്ഥലത്ത് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങി സാധനങ്ങൾ മുഴുവൻ നമ്മളുടെ ഡ്രീം ഹോമിന് ഉപയോഗിച്ചിട്ടുണ്ടോയെന്നും അത് ക്വാണ്ടിറ്റി കറക്റ്റാണെന്നും ക്വാളിറ്റിയോട് കൂടിയിട്ട് തന്നെ ഉപയോഗിച്ചിട്ടുള്ളതെന്നും വർക്ക് എസ്റ്റിമേറ്റ് പ്രകാരമുള്ള വർക്കുകൾ മുഴുവൻ ചെയ്തിട്ടുണ്ടോയെന്നും നമ്മളുടെ ഡ്രീമിനെ ഡീകോഡ് ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്ത് ഫുള്ളായിട്ട് അവിടെ വന്നിട്ടുണ്ടോയെന്നും ഏത് സമയത്തും നമുക്ക് വെരിഫൈ ചെയ്യാനുള്ള അവസരവും ഒപ്പം റീചെക്ക് ചെയ്യാനുള്ള അവസരവും ഒപ്പം കംപ്ലൈൻറ്റുകളോ കൊറികളൊക്കെ വരുമ്പോൾ അതിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള അവസരവും എല്ലാം നമ്മുടെ സിസ്റ്റത്തിൻ്റെ അകത്തുണ്ട്. ഇതേപോലെ ഇപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിലും ഇതേപോലെ ഡോക്യുമെൻ്റ് ചെയ്ത് ഡയറക്റ്റ് കുറച്ചും കൂടി ഇത് ഡിജിറ്റലി ഹാൻഡിൽ ചെയ്യണം കൂടെ കുറച്ച് ഈസി ആയിരിക്കും. ഡയറക്റ്റ്ലി കുറച്ച് മാനുവലി ഹാൻഡിൽ ചെയ്താൽ ഇതേപോലെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പറ്റും. താങ്ക്